ഹലോ ഗൈസ്, അപ്പൊ തുടങ്ങാം. ഇന്ന് നമ്മൾ കൂലി എൽ സിയിലാണോ അല്ലയോ എന്നാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇപ്പോഴും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ട്, കൂലി 100% എൽ സി ആണ്, അത് കൺഫേം ആണ്. സൺ പിക്ചേഴ്സ് ഇങ്ങനെ ഒരു ചാൻസ് വിട്ടുകളയെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അടുത്ത സൺ പിക്ചേഴ്സിന് അറ്റ്ലി അല്ലു അർജുൻ പ്രൊജക്ട് ഒക്കെ ഉള്ളതാണ്. സോ ബിസിനസിന് ഫണ്ട് നല്ല രീതിക്ക് വേണം. ആൻഡ് ഇത്രയും നല്ല ഒരു ഹൈപ്പുള്ള സിനിമയിൽ ഇത്രയും നല്ല ഹൈപ്പുള്ള ഒരു ഫാക്ടർ ഉള്ളപ്പോ അവരത് വിട്ടുകളയുമെന്നൊന്നും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. ആൻഡ് ലോകേഷ് ഫോഴ്സ്ഫുള്ളി എന്താ പറയാ, ട്രെയിലറിലും കാര്യങ്ങളിലൊക്കെ ഇതൊക്കെ കുത്തി കയറ്റിയിട്ട് ഇന്റർവ്യൂസിൽ ഒന്ന് ഇത്രയും ഒന്നുമില്ല സ്റ്റാൻഡ് ലോൺ എന്നൊക്കെ പറയുന്നത് മുമ്പും നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ഏതിൽ ലിയോയില് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ആൻഡ് പുള്ളി ചിലപ്പോൾ ഒരു വിഷണറി ഡയറക്ടറാണ്. പുള്ളി എന്ന് പറയുന്നത് ഒരു എൻ്റെ ഓഡിയൻസിനെ ഒരു ഫിക്ഷൻ വേൾഡിലേക്ക് തള്ളിയിട്ടിട്ട് പുള്ളി സേഫ് ആവുന്ന ഒരു അവസ്ഥയാണ് ഇപ്പൊ കാണുന്നത്. അതായത് പുള്ളി എല്ലാവരെയും ചിന്തിപ്പിക്കാൻ വെച്ചിട്ട് പുള്ളി പറയും ഒന്നുമില്ല, പടം നോർമൽ പടമാണ്, ഒന്ന് കണ്ടാൽ മതി എന്നൊരു സെറ്റപ്പാണ്. അത് ചിലപ്പോൾ ഒരു ഡയറക്ടറിന്റെ പെർസ്പെക്റ്റീവിലും പുള്ളി ഒരു ഓഡിയൻസിന്റെ പൾസിൽ അല്ലെങ്കിൽ ഓഡിയൻസിന്റെ ആസ്വാദനത്തിനെ കുറയ്ക്കണ്ടെന്ന് വിചാരിച്ച് പറയുന്നതായവാം. അല്ലാതെ പുള്ളിയെ തെറ്റു പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ആൻഡ് ഈ സിനിമയിൽ തന്നെ വിക്രം സിനിമയിൽ പറയുന്നുണ്ട്, ഫഹദ് ഫാസില് ഹാർബർ എന്ന് കാണാതെ പോയ 2 കണ്ടെയ്നർ എവിടെയെന്ന് ചെമ്പൻ വിനോദിനോടും അവിടെ ഇവിടെ ആയിട്ടൊക്കെ ചോദിക്കുന്നുണ്ട്. അതേ 2 കണ്ടെയ്നർ ആയിരുന്നൂടെ ആമിർ ഖാൻ വരുമ്പോ അവിടെ കാണിക്കുന്നത്? ചിലപ്പോ ഇനി ലോകേഷ് ഫോഴ്സ്ഫുള്ളി കാണിക്കുന്നതായിരിക്കുമോ കൂലിയില്? ഇനി എൽ സി ആയിരിക്കുമോ? അറിയില്ല. ഇപ്പൊ തന്നെ നിങ്ങൾ മോണിക ലിറിക് വീഡിയോ കണ്ടപ്പോ തന്നെ ഫസ്റ്റ് ആ ബുച്ചർ നൈഫ് ഉണ്ട്, അതെന്തുകൊണ്ട് റോളക്സിന്റെ ആയിക്കൂടാ? ഇനി റോളക്സും കൂലിയായിട്ട് എന്തെങ്കിലും ബന്ധം? ആ ഫസ്റ്റ് തുടക്കം വരുമ്പോൾ തന്നെ കണ്ടെയ്നറായിട്ട് ഒരു ഷിപ്പ് വരുന്നുണ്ട് ആ മോണിക്ക ലിറിക് വീഡിയോയിൽ. ആൻഡ് അത് തന്നെയാണ് വിക്രം ക്ലൈമാക്സിൽ മുംബൈ പോർട്ടിൽ വരുമ്പോൾ ഒരു ഷിപ്പ് വരുന്നുണ്ട്. അപ്പൊ ഇനി വിക്രമുമായിട്ടും കൂലിയായിട്ടും എന്തെങ്കിലും കണക്ഷൻ അറിഞ്ഞൂടാ. ഇനിയിപ്പോ തന്നെ ആമിർ ഖാന്റെ ഫസ്റ്റ് ലുക്ക് ഒരു പോസ്റ്ററായിട്ട് അവർ ഇറക്കിയിട്ടുണ്ട് സൺ പിക്ചേഴ്സ്, ഇങ്ങനെ സിഗാറും വെച്ച് നിൽക്കുന്ന ഫോട്ടോ. ഈ സെയിം പോസ്റ്ററിലുള്ള ഒരു ഡിസൈനാണ് ദാസാൻകോ, അതായത് ലിയോയിലും ദാസാൻകോയുടെ ലോഗോ ആയിട്ട് കിടക്കുന്നത്. ഇനിയിപ്പം ലിയോയും കൂലി വിക്രം എല്ലായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? നിങ്ങൾ എന്നെ ഒന്ന് ആലോചിച്ചു നോക്ക്. ആൻഡ് ഇതിൽ വരുന്നുണ്ട് സത്യരാജ് കൂലി ട്രെയിലറിൽ പറയുന്നുണ്ട് 30 വർഷമായിട്ട് ഞാനൊരു ഓഫ്ലൈനിൽ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് വിക്രമിൽ കമലഹാസൻ പറയുന്നത് 30 വർഷമായിട്ട് ഞാൻ അണ്ടർഗ്രൗണ്ടിലാണ് എന്നൊക്കെ. അപ്പം 30 വർഷം ഓഫ്ലൈൻ അണ്ടർഗ്രൗണ്ട്, ഇതൊക്കെ തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ? കൂലി, വിക്രം, ഏജന്റ്, താത്ത, അങ്ങനെ എന്തെങ്കിലും കണക്ഷൻ? ഇനിയിപ്പം സത്യരാജും ശ്രുതിഹാസനൊക്കെ ഏജന്റ് ആണെങ്കിലോ, ഈ ഏജന്റ് ടീന, ഏജന്റ് അവരെ പോലത്തെ കുറച്ച് ഏജന്റുകളാണെങ്കിലോ എന്തു പറയും? ഇനിയിപ്പോ ഈ സിനിമയില് ഒരു പെൺകുട്ടി ബുക്കും പിടിച്ച് നടന്നു പോകുന്നുണ്ട്, അത് കൈദിയിലെ മോളെന്ന് വരെ പറയണോ അവര്, എന്താ ഒരു സിറ്റുവേഷൻ വരെ വന്നിട്ടുണ്ട്. ആൻഡ് ഇതില് ഇനിയിപ്പോ മാനഗരവുമായിട്ട് ഇത് കണക്ഷൻ ഉണ്ടോ എന്ന് തോന്നിയിട്ടുണ്ട്. അതായത് മാനഗരത്തിൽ ക്ലൈമാക്സിൽ ഒരു ക്യാബ് ഡ്രൈവർ ഉണ്ട്, ശ്രീ, അതായത് മാനഗരം വൺ ഓഫ് ദ ആക്ടറിന്റെ കൂടെ ശ്രീന്റെ ക്യാബ് ഡ്രൈവർ ഒരാളുണ്ട്, പുള്ളിക്കാരൻ ഈ സിനിമയിൽ കാണിക്കുന്നു. ഇനി മാനഗരവുമായിട്ട് ഇതിന് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? സോ ഗൈസ്, നിങ്ങൾ എക്സ്പെക്ട് ചെയ്ത് തന്നെ പോവുക എന്ന് ഞാൻ പറയും. ഞാൻ 100% എക്സ്പെക്ട് ചെയ്ത് തന്നെയാണ് പോകുന്നത്. എനിക്ക് തോന്നുന്നത് ഇപ്പൊ LCU ഇല്ലാതിരുന്നാൽ മാക്സിമം ഓഡിയൻസും തീർച്ചയായിട്ടും ഡിസപ്പോയിന്റഡ് ആവുന്നുള്ളതിൽ 100% ഞാൻ യോജിക്കുന്ന ഒരാളാണ്. കാരണം എല്ലാവരും ഇപ്പൊ ഇത് LCU ആവണേ എന്ന് പറഞ്ഞാണ് പോകുന്നത്. കാരണം LCU ആയി കഴിഞ്ഞാൽ ഇനിയിപ്പോ അടുത്ത ഫാൻ തിയറീസ്, അടുത്ത ചോദ്യങ്ങൾ, ഇനിയിപ്പോ ഇതിങ്ങനെ കൊണ്ടുവരാം, ഇനിയിപ്പോ ഇത് അവിടെ രജനി വരുമ്പോ വിജയ് ഇങ്ങനെ കയറും, അല്ലെങ്കിൽ വിക്രം വരുമ്പോ സൂര്യ അങ്ങനെ കയറും, ഇനിയിപ്പോ ആമിർ ഖാൻ എവിടെ കൊണ്ട് പ്ലേസ് ചെയ്യും, ഇനി നാഗാർജുന, ഇനി അങ്ങനെ കഥകൾ ഇറക്കിക്കൊണ്ടേയിരിക്കും. അത് സിനിമയെ ബിസിനസ്സുമായിട്ട് നല്ല രീതിക്ക് മുമ്പോട്ട് കൊണ്ടുപോകും. അപ്പോൾ എന്തായാലും സൺ പിക്ചേഴ്സ് ഇങ്ങനെ ഒരു ചാൻസ് കളയുമെന്ന് ഒരു രീതിയിലും എനിക്ക് തോന്നുന്നില്ല. ആൻഡ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, രജനിയുടെ ഫസ്റ്റ് ലുക്ക് എന്നൊരു പോസ്റ്റർ സൺ പിക്ചേഴ്സ് ഇറങ്ങുമ്പോൾ അതിൽ രജനിയുടെ കൂലി നമ്പറായിട്ട് 1421 കിടക്കുന്നത്. പക്ഷെ ട്രെയിലർ ഇറങ്ങി ആൻഡ് ഓഡിയോ ലോഞ്ചിലൊക്കെ വരുമ്പം ലോകേഷ് തന്നെ പറയുന്നുണ്ട് രജനി സാറിന് 5821 എന്നൊരു കൂലി നമ്പറാണ്. അത് പുള്ളിക്കാരുടെ അച്ഛൻ ബസ് കണ്ടക്ടർ ആയിരുന്നു, കൂലിയായിരുന്നു, ആ നമ്പർ ആയിരുന്നു. അപ്പൊ ഈ 1421 ആരുടെ നമ്പർ ആയിരിക്കും? ചിലപ്പോൾ സൈമന്റെ നമ്പർ ആയിരിക്കൂലേ? ഇവര് മുമ്പ് ഇതുപോലെ കൂലിയായിട്ട് വർക്ക് ചെയ്ത്, അപ്പം സൈമൺ ഈ ഗ്രീഡി മൈൻഡ് കാരണം സൈമൺ ഇതെല്ലാം കണ്ട് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്നൊക്കെ പറഞ്ഞ് ഈ ബന്ധമൊക്കെ പിരിയുമല്ലോ, ഫ്രണ്ട്ഷിപ്പ് ഒക്കെ, നീ കള്ളം ചെയ്യാൻ പോകണ്ടെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വല്ലതും പോയതായിരിക്കുമല്ലോ. ചിലപ്പോൾ ഈ 1421 ഉപേന്ദ്ര ആയിരിക്കും. അവിടുത്തെ കിങ് പിന്നായിരുന്ന നാഗാർജുന ഉപേന്ദ്രയെ കൊന്നതായിരിക്കും. അതിനുശേഷം
അതിന്റെ പഴി വാങ്ങാൻ വേണ്ടിയിട്ട് രജനി വരുന്നതാണെങ്കിലും. സോ കഥകൾ ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, പുള്ളിക്കാരൻ ഇങ്ങനെ എല്ലാം ഇങ്ങനെ ഇട്ട് കുഴച്ച് തന്നിട്ടുണ്ട്. നിങ്ങൾ ഏതെങ്കിലും ഒരു കഥ എടുത്തിട്ടോ ചെയ്തോ എന്നൊക്കെ പറഞ്ഞു. അതാണ് ഞാൻ പറഞ്ഞത്, ലോകേഷ് ഒരു വിഷനറി ഡയറക്ടറാണ്. പുള്ളിക്കാരൻ്റെ എന്ത് ചെയ്യുന്നു എന്ന് കൃത്യമായിട്ട് പുള്ളിക്കാരൻ അറിയാം. ഇപ്പൊ ട്രെയിലറിൽ തന്നെ അവരെങ്ങനെ ആലോചിച്ചപ്പോൾ തന്നെ എന്തേലും രീതിയിൽ കുറച്ചും ഒക്കെ കൊടുക്കാമെന്ന് പറഞ്ഞാണ് അവർ മനഃപൂർവ്വം അങ്ങനെ ട്രെയിലർ ഇട്ടേക്കുന്നത്. അപ്പൊ എൻ്റെ ഒരു വിശ്വാസത്തിൽ പടം തീർച്ചയായിട്ടും LCUലായിട്ട് വരും. അതിന് ഫോഴ്സ്ഫുള്ളി ആണോ അല്ലെങ്കിൽ സ്റ്റോറി വൈസ്ഡ് ആണോ എന്ന് നമ്മൾ കണ്ടറിയാം. ബട്ട് പടം 100% LCU ആണ്. ഇനിയിപ്പോൾ LCU അല്ലെങ്കിൽ തന്നെ നിങ്ങൾ സിനിമ ഇറങ്ങി കഴിഞ്ഞപ്പോൾ എന്നെ റോസ്റ്റ് ചെയ്യാൻ ഈ വീഡിയോ സേവ് ചെയ്ത് വെച്ചു. LCU അല്ലെങ്കിൽ എന്നെ റോസ്റ്റ് ചെയ്യാനോ കളിയാക്കാനോ നിങ്ങൾ ധൈര്യമായിട്ട് വന്നു, എനിക്ക് കുഴപ്പമൊന്നുമില്ല, സന്തോഷമുള്ളൂ. കാരണം ഞാൻ പറഞ്ഞത് തെറ്റാണ്, അതുകൊണ്ട് നിങ്ങൾ എന്നെ റോസ്റ്റ് ചെയ്യണം, ഓക്കെ. ബട്ട് പടം LCU ആണ് ഗൈസ്. നിങ്ങൾ 100% പ്രോപ്പർ സ്റ്റാൻഡ് ലോൺ മൂവിയാണെന്ന് പറഞ്ഞാലും പടം LCU തന്നെ ആയിരിക്കും ഗൈസ്. അതിൽ 100% ഉറപ്പാണ്. ആൻഡ് ഈ സിനിമയിൽ കൂലിയിൽ തന്നെ കോസ്റ്റ്ലി ആയിട്ടുള്ള വാച്ചാണ് റോളക്സ്. അപ്പൊ ഈ റോളക്സ് വാച്ചിന്റെ ഒരു സീൻസ് ഒക്കെ എന്തായാലും കാണുമെന്ന് ആ വാച്ചിന്റെ ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. കോസ്റ്റ്ലി ആയിട്ടുള്ള പ്രസ്റ്റീജ് റോയൽറ്റി ഉള്ള വാച്ചുകളാണ്, ആഡംബര വാച്ചുകളാണ് അവിടെ കൊണ്ടുപോകുന്നത്. പക്ഷെ ഈ ആഡംബര വാച്ചുകൾക്കിടയിൽ കൂടെയും ഒരു പരിപാടി നടത്തുന്നുവെന്ന് ആ ട്രെയിലറിൽ, കൂലി ട്രെയിലറിൽ പറയുന്നുണ്ട്. ആ ട്രെയിലർ എന്തുകൊണ്ട് ഡ്രഗ്സ് ആയിക്കൂടാ? സി ഈ കിങ് പിൻ, ബ്രേക്കിംഗ് ബാഡിന്റെ എനിക്ക് തോന്നുന്നു ബ്രേക്കിംഗ് ബാഡ് റെഫറൻസ് കുറെ സിനിമയിൽ കാണും. എന്തുകൊണ്ട് ആ ഇടവഴി ആ ഡ്രഗ്സ് നടത്തുന്നില്ല അവർ? ഇതിലും ഡ്രഗ്സ് എന്തായാലും വരും ഗൈസ് ഇടയിൽ, അതിൽ ഷുവർ ആണ് ഡ്രഗ്സ് സാധനം വരും. പുള്ളിക്കാരൻ അത് പ്രൊമോട്ട് ചെയ്യുന്നില്ല, അതെങ്ങനെയെങ്കിലും ഒഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ആ ഡ്രഗ്സ് മെയിൻ സാധനം വേണമല്ലോ. അപ്പോൾ വാച്ച് കടത്തുന്ന രീതിയിൽ അതിൻ്റെ ഇടയിൽ കൂടെ അവിടെ ഡ്രഗ്സ് കടത്തും. അതിന് ചിലപ്പോൾ അമീർ ഖാൻ ആയിരിക്കും നേതാവ്, ചിലപ്പം നാഗാർജുനായിരിക്കും നേതാവ്. ഇനി എന്തായാലും ഇതിലൊരു കൊളാബറേഷൻ വരും ഗൈസ്. അതിനിപ്പോ ആരാണ്, അതിനിപ്പോ BGM വെച്ച് കണ്ടുപിടിക്കാം ആര് വരുമോ. വിക്രം വരുമോ, കൈദി വരുമോ, റോളക്സ് വരുമോ, ആൻഡ് പാർത്ഥിബം വരുമോ, എല്ലാം നമ്മൾ കണ്ടേ. ബട്ട് ഞാൻ ഷുവറായിട്ട് പറയാണ്, കൂലി ഈസ് എ 100% LCU ഫിലിം.